നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിന് ഓൾറെഡി 4 ടീമുകൾ യോഗ്യത നേടിക്കഴിഞ്ഞു. ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് ജൂൺ മാസം ഈ മാസം പകുതിയോടുകൂടി ആരംഭിക്കുകയാണല്ലോ. എന്നാൽ അത് കഴിഞ്ഞ് അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് 32 ടീമുകളുള്ള ഫിഫയുടെ ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പ് 2029 നടക്കുക. ആ ക്ലബ്ബ് വേൾഡ് കപ്പിനുള്ള യോഗ്യത ഇപ്പോൾ തന്നെ 4 ടീമുകൾ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അതാരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് PSG ആണ്. ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് അവർ കളിക്കുന്നുണ്ട്. 2029 ക്ലബ്ബ് വേൾഡ് കപ്പിനും അവർ യോഗ്യത നേടിക്കഴിഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല, ഈ തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് അവർ വിജയിച്ചു. ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് ഇന്റർ മിലാനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണല്ലോ കിരീടം അവർ ചൂടിയത്. അതിൻ്റെ ഫലമായിട്ട് അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിനുള്ള യോഗ്യതയും അവർ ഉറപ്പാക്കിയിരിക്കുന്നു. മറ്റൊരു ടീം ഈ ഒരു യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ളത് ക്രൂസ് അസൂലാണ്. മെക്സിക്കോയിൽ നിന്നുള്ള ക്ലബ്ബ് കോൺകാഫ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ അവർ വാൻകൂവർ വൈറ്റ് ക്യാപ്സിനെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും അടുത്ത 2029 ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി മറ്റു ടീമുകൾ ഒന്ന് അൽ അഹ്ലിയാണ്. സൗദി അറേബ്യൻ ക്ലബ്ബായിട്ടുള്ള അൽ അഹ്ലി, ഫെർമിനോ ഒക്കെ കളിക്കുന്ന ബ്രസീലിയൻ താരം ഫെർമിനോ ഒക്കെ കളിക്കുന്ന ക്ലബ്ബ് AFC ചാമ്പ്യൻസ് ലീഗിൽ വിജയം നേടിക്കൊണ്ടാണ് അവർ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നത്. കൂടാതെ ഈജിപ്തിൽ നിന്നുള്ള ക്ലബ്ബ് പിരമിഡ്സ് ഇത്തവണത്തെ CAF ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് അവരിതാ അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്. 2029 ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുക. നമുക്കറിയാം, നേരത്തെ ഓരോ വേൾഡ് കപ്പിന് മുമ്പ് ഫിഫ കോൺഫെഡറേഷൻസ് കപ്പ് നടത്തിയിരുന്നു. അതിന് തൊട്ട് മുമ്പത്തെ വർഷം എവിടെയാണോ വേൾഡ് കപ്പ് നടക്കുക അതേ സ്ഥലത്ത് അതേ വേദിയിൽ. പക്ഷെ അത് 2022 നടന്നിട്ടില്ല. കാരണം അതിന് മുമ്പ് തന്നെ കോൺഫെഡറേഷൻ കപ്പ് ഡ്രോപ്പ് ചെയ്തു. ക്ലബ്ബ് വേൾഡ് കപ്പ് 32 ടീമുകളുള്ള ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 2022 ആ ടൂർണമെൻറ്റ് നടന്നില്ല. കോവിഡും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് അതിനിടയ്ക്ക് വന്നതുകൊണ്ട് ഈ ഒരു പ്ലാന് പോസ്റ്റ്പോൺ ചെയ്യുകയായിരുന്നു. എന്നിട്ട് ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് 2021 ഒരു അറബ് കപ്പ് നടത്തുകയാണ് ചെയ്തത്. അറേബ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ടൂർണമെൻറ്റ് നടത്തി ആ വേദി ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ ഇത്തവണ, അതായത് 2026 വേൾഡ് കപ്പ് നടക്കുന്ന USA ഇതാ 2025 ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നു. അങ്ങനെയാണ് അതിന് മുന്നോടിയായിട്ട് ആ വേദികളിലൊക്കെ ഫിഫ ഒരു ടെസ്റ്റ് പോലെ നടത്തുന്നത്. ഇനിയിപ്പോൾ 2030 വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ അത് സ്പെയിനും പോർച്ചുഗലും മൊറോക്കോയുമാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അർജൻറ്റീനയിൽ ഒരു മത്സരം, ഉറുഗ്വേയിൽ ഒരു മത്സരം, പരാഗ്വേയിൽ ഒരു മത്സരം അതുമുണ്ടാകും. അത് സെൻറ്റനാരിയോയുടെ ഭാഗമായിട്ട് നടത്തപ്പെടും. അപ്പോൾ ഇതിൽ ഏത് ലൊക്കേഷനിലായിരിക്കും? കാരണം 3 പ്രധാനപ്പെട്ട ഹോസ്റ്റുമാരുണ്ട്, സ്പെയിനും പോർച്ചുഗലും മൊറോക്കോയുമുണ്ട്. അപ്പോൾ അതിലെവിടെയായിരിക്കും 2029 ക്ലബ്ബ് വേൾഡ് കപ്പ് വരിക എന്നുള്ളതൊക്കെ ഇനിയും ഫിഫ തീരുമാനിക്കേണ്ടതുണ്ട്. പക്ഷേ 4 ടീമുകൾ ഓൾറെഡി യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.